ഇടക്കാലത്ത് കെട്ടടങ്ങിയ ആലപ്പുഴയിലെ CPM വിഭാഗീയത വീണ്ടും പൊട്ടിത്തെറിയിലേക്ക്. ജില്ലാ സെക്രട്ടറി ആർ നാസറിനും കായംകുളം ഏരിയ സെക്രട്ടറി KP അരവിന്ദാക്ഷനുമെതിരെയാണ് ഒരു വിഭാഗം CPM പ്രവർത്തകർ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ആരോപണങ്ങൾ പുറം ലോകം അറിയാതെ ഒതുക്കി തീർക്കാനുള്ള നീക്കങ്ങളുമായി സംസ്ഥാന കമ്മിറ്റി രംഗത്തെത്തിയിരുന്നുവെങ്കിലും അത് ഫലപ്രദമായില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം ആരോപണ പ്രത്യാരോപണങ്ങളുമായി CPM പ്രവർത്തകർ ഏറ്റുമുട്ടുകയാണ്. കായംകുളത്തിന്റെ വിപ്ലവം എന്ന ഫേസ്ബുക്ക് പേജിലെ പുകയുന്ന അഗ്നിപർവ്വതമായി കായംകുളത്തെ CPM എന്ന കുറിപ്പിലാണ് 1000-ഓളം പാർട്ടി പ്രവർത്തകർ പാർട്ടി ബന്ധം ഉപേക്ഷിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ആശ്വാസ വിജയം നൽകിയ ഏക മണ്ഡലമാണ് ആലപ്പുഴ. ഇക്കുറി മണ്ഡലം നിലനിർത്തുക എന്നത് CPMന് മുന്നിലെ വലിയ വെല്ലുവിളിയുമാണ്. അതിനിടയിലാണ് വിഭാഗീയ പ്രവർത്തനങ്ങളുമായി പ്രവർത്തകർ അരങ്ങ് തകർക്കുന്നത്. വിവാദ വ്യവസായി കരിമണൽ കർത്തയുമായി കായംകുളം ഏരിയ സെക്രട്ടറി KP അരവിന്ദാക്ഷന് സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും ജില്ലാ സെക്രട്ടറി ആർ നാസർ ഇതിനെ പിന്തുണയ്ക്കുകയാണെന്നുമാണ് പ്രവർത്തകർ ഉയർത്തുന്ന ആരോപണം. ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തുന്നതായും മാഫിയ പലിശ സംഘങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നതായുമാണ് CPM അനുകൂല സൈബർ ഗ്രൂപ്പുകളിൽ ഉയരുന്ന ഗുരുതര ആരോപണം. കരിമണൽ കർത്ത ലക്ഷക്കണക്കിന് രൂപ അരവിന്ദാക്ഷന് നൽകിയിട്ടുള്ളതായും പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പാർട്ടിയിൽ നിന്നും അച്ചടക്ക നടപടികൾ നേരിടുന്ന ചിലരാണ് ഈ വിധത്തിൽ അവാസ്തവ പ്രചരണങ്ങൾ നടത്തുന്നതെന്നാണ് ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷന്റെ വിശദീകരണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ചുകൊണ്ടിരിക്കെയാണ് കർത്തയുമായി ബന്ധപ്പെട്ട മറ്റൊരു ആരോപണം കൂടി CPMനുള്ളിൽ ഉയരുന്നത്. CPMന്റെ ശക്തി കേന്ദ്രമായ ആലപ്പുഴയിലെ വിഭാഗീയത എന്നും CPMന് വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു വർഷം മുമ്പ് കർശന നടപടികൾ ആലപ്പുഴയിൽ നടപ്പാക്കുകയും ചെയ്തിരുന്നു. PP ചിത്തരഞ്ജൻ MLA അടക്കം 40ഓളം ജില്ലാ നേതാക്കളെയാണ് അന്ന് വിവിധ കമ്മിറ്റികളിൽ നിന്നും തരം താഴ്ത്തിയത്. കൂടാതെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട നഗരസഭാ കൗൺസിലർ A ഷാനവാസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. മുൻ മന്ത്രി TP രാമകൃഷ്ണൻ, PK ബിജു എന്നിവരുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ വിധം നടപടികൾ. ജില്ലാ സെക്രട്ടറി ആർ നാസർ, മന്ത്രി സജി ചെറിയാൻ എന്നിവരുടെ അനുയായികളാണ് ചേരിതിരിഞ്ഞ് വിഭാഗീയ പ്രവർത്തനം നടത്തുന്നതെന്ന കണ്ടെത്തലാണ് അന്ന് അന്വേഷണ കമ്മീഷൻ നടത്തിയത്. എന്നാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നേരിട്ടെത്തി നടപ്പാക്കിയ അച്ചടക്ക നടപടികൾ കൊണ്ടും കാര്യമായ ഫലങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിനു മുൻപ് U പ്രതിഭ MLAയും ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ ചേരിതിരിഞ്ഞ് തന്നെ വേട്ടയാടുന്നതായി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. കേരളത്തിൽ മറ്റൊരിടത്തുമില്ലാത്ത വിധത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം ആലപ്പുഴയിൽ ശക്തമാണെന്നും 2001-ൽ സഖാക്കൾ കാലുവാരിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും മുൻ മന്ത്രി G സുധാകരൻ തുറന്നടിച്ചത് ഏറെ വിവാദമായിരുന്നു. എന്നാൽ ആലപ്പുഴയിൽ വിഭാഗീയതയില്ലെന്നും സുധാകരന്റെ പ്രതികരണം ശരിയല്ലെന്നുമായിരുന്നു CPM നേതൃത്വം കൈക്കൊണ്ട നിലപാട്. കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളടക്കം ഇപ്പോൾ പുറത്തു വന്ന സാഹചര്യത്തിൽ നയം തിരുത്താതെ CPMന് മുന്നോട്ടു പോകാനാവാത്ത സ്ഥിതിയാണുള്ളത്. ആലപ്പുഴയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും ചേരിതിരിവുകളും എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കത് തിരിച്ചടിയായി മാറുമെന്ന് ഉറപ്പാണ്. CPM സംസ്ഥാന നേതൃത്വം ആലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഗൗരവത്തോടെ നിരീക്ഷിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്.